അടക്ക പൊളിക്കാൻ കൊടുത്ത്, പിന്നെ തിരയാൻ കൊടുത്ത്, പിന്നെ വിൽക്കാൻ കൊടുത്ത്, പിന്നെ പൈസ വാങ്ങാൻ കൊടുത്തു, പിന്നെ എവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഉള്ളത്? അപ്പോൾ കമ്പത്ത് പറഞ്ഞ പോലെ നമ്മൾ അടക്ക പൊളിക്കാൻ കൊടുത്ത് ഇനിയിപ്പോൾ തിരയാൻ കൊടുക്കണം. തിരയാൻ കൊടുക്കുന്നില്ല, നമ്മൾ തന്നെ അതാണ്ട് ഏറ്റെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ചിലവൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് കൊടുക്കണം. കിലോ 400 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ കൂടുതലൊക്കെ ഉണ്ടാവും, എടുത്തു വെക്കാൻ സമയമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ അടക്ക നമ്മൾ പൊളിക്കാൻ കൊടുത്ത് ബാക്കിയുള്ള കൊടുക്കലൊക്കെ ഇപ്പോൾ നമ്മളാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നിലവാരം 400 രൂപയാണ് ഒരു കിലോത്തിന്. അപ്പോൾ ആയതിപ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കുകയാണ്. ഇവിടെ വെച്ചിരിക്കാൻ സ്ഥലമില്ല, ചൂടിന് പാമ്പുകൾ കയറി എങ്ങനെയെന്ന് പറഞ്ഞിട്ട് പല ഇതുകൊണ്ട് പല മെസ്സേജുകളും വരുന്നുണ്ട്. അത് പൊള്ളയായ മെസ്സേജൊന്നുമല്ല, സത്യസന്ധമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് വെച്ചിരിക്കുന്നില്ല. ഒന്നുകിൽ വെച്ചിരുന്നാൽ അത് കൂടും, അല്ലെങ്കിൽ കുറയും, രണ്ടാലും സംഭവിക്കും. അപ്പോൾ നല്ല തണുപ്പുള്ള ഏരിയയിൽ തന്നെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാനിരിക്കുന്നത്. പൊളിക്കാൻ നമ്മൾ കൊടുത്ത്, ഇനിയിപ്പോൾ തിരയാൻ കൊടുക്കുന്നില്ല, വിൽക്കാനും കൊടുക്കുന്നില്ല, ഒക്കെ നമ്മൾ കൊടുക്കും. പിന്നെ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും, മാങ്ങയാണെങ്കിലും അത് പറിക്കാൻ കൊടുക്കണം, പിന്നെ പെറുക്കാൻ കൊടുക്കണം, പിന്നെ അത് തിന്നാൻ കൊടുക്കണം. അപ്പോൾ കമ്മത്ത് പറഞ്ഞ പോലെ എല്ലാം കൊടുത്തെങ്കിലേ ഇന്നത്തെ കാലത്തൊക്കെ നിലനിൽക്കുള്ളൂ. നമ്മൾ തൽക്കാലം ഇപ്പോൾ മാങ്ങ പറിക്കാൻ കൊടുത്ത്, അത് പെറുക്കാൻ കൊടുത്ത്, തിന്നാൻ കൊടുത്ത്. പക്ഷേ ഈ മാങ്ങ ഇപ്പോൾ നമുക്ക് തന്നെ പറിക്കാം. അതാണിപ്പോൾ അതിൻ്റെ പ്രത്യേകത. മറ്റുള്ള മാങ്ങകളൊക്കെ അത് കൊടുത്തതിൻ്റെ ശേഷമേ ബാക്കിയുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ അടക്ക നമ്മൾ തിരഞ്ഞ് ക്ലിയറാക്കി അടക്കൊക്കെ ഒരു 25 കിലോ, ഒരു 25-30 കിലോ ഉണ്ടാവും. ഇനി കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെ പലയിടത്തായിട്ട് കിടക്കുന്നുണ്ട്, ജാതിക്ക അടക്കൊക്കെ മിക്സായിട്ട്. പിന്നെ പറമ്പിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ ചെയ്യാം. അപ്പോൾ പാമ്പിനെ കുറിച്ച് പറയുന്ന ഒന്നും പൊള്ളയായ മെസ്സേജുകളൊന്നുമല്ല. നമ്മൾ അവിടെ ഇവിടെയായിട്ട് കച്ചറകളും മറ്റൊന്നും ഇടാതെ പറമ്പും ചുറ്റുപാടുകളൊക്കെ വീടുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക. ചൂട് കൂടിയിട്ട് പാമ്പുകളൊക്കെ ബോധമില്ലാതെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് കരുതിയിരിക്കുക.